ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. നിങ്ങൾക്ക് ഒരു ഈസി ആയിട്ടുള്ള വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പ്രത്യേക തരം എന്താ പറയുക, നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർസ്പെക്റ്റീവിനെ പറ്റിയാണ്. ആൻഡ് ദാറ്റ് പെർസ്പെക്റ്റീവ് ഈസ് ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി. എന്താണ് ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി? നിങ്ങൾ ഒരു സാധനം തിരഞ്ഞെടുക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ, നിങ്ങളുടെ സർക്കിളിനെ തിരഞ്ഞെടുക്കുമ്പോഴോ ഒക്കെ നിങ്ങൾ അതിന്റെ ക്വാളിറ്റി നോക്കി തിരഞ്ഞെടുക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതല്ല, നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കുന്നു, എന്ത് മെറ്റീരിയലിലുള്ള സംഭവം തിരഞ്ഞെടുക്കുന്നു, എത്രത്തോളം അത് സസ്റ്റെയിൻ ചെയ്യും, എത്രത്തോളം കൺസിസ്റ്റന്റ് ആയിരിക്കും അത്, അല്ലെങ്കിൽ നിങ്ങളെ അത് എത്രത്തോളം ലൈഫിൽ നിങ്ങൾക്കും ആ ഒരു നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സാധനത്തിന് അല്ലെങ്കിൽ ഗ്രൂപ്പിന്, അല്ലെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന നിങ്ങളുടെ ലൈഫിൽ, നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ ഇന്ററാക്ട് ചെയ്യാൻ പോകുന്ന ആ ഒരു വസ്തു അല്ലെങ്കിൽ വ്യക്തി നിങ്ങൾക്ക് അങ്ങോട്ട് എത്രത്തോളം ഗ്രോത്ത് അതിന് കൊടുക്കാൻ കഴിയും, അതിന് ഇങ്ങോട്ട് എത്ര ഗ്രോത്ത് കൊടുക്കാൻ കഴിയും എന്നുള്ളൊരു പ്രോഗ്രസീവ് മെന്റാലിറ്റിയിലോട്ട് ക്വാളിറ്റി വൈസ് നമ്മൾ ഒരു സംഭവം സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ ലൈഫ് മാറും. സോ പ്രോഗ്രസീവ് മെന്റാലിറ്റിയുടെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിലാണ് ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഈ പെർസ്പെക്റ്റീവ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ ലൈഫിൽ നമ്മൾ ക്വാണ്ടിറ്റി ഓവർ ക്വാളിറ്റി എന്ന് പറയുന്ന ആ ഒരു മോട്ടോ അല്ലെങ്കിൽ ആ ഒരു പെർസ്പെക്റ്റീവ് അഡോപ്റ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾ ഓരോ സംഭവത്തെയും വീക്ഷിക്കുന്ന ഒരു രീതി മാറാൻ തുടങ്ങും. അതുപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ വളരെയധികം ചൂസ് ചെയ്ത് പിക്ക് ചെയ്ത് ഓരോ സാധനങ്ങൾ പറക്കി വെക്കും പോലെ നമ്മുടെ ലൈഫ് അടുക്കും ചിട്ടയോടുകൂടി ഇരിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മുടെ സെലക്ഷൻസിനെ നമ്മൾ വീണ്ടും വീണ്ടും റിവ്യൂ ചെയ്യുക, അതിൻ്റെ ആ ഒരു കണ്ടന്റ് നമ്മൾ കൂടുതൽ വ്യക്തമായി പഠിക്കാൻ ശ്രമിക്കുക, നമ്മൾ അതിനെ വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്യുക. അത് ക്വസ്റ്റ്യൻ ചെയ്യുക എന്ന് മാത്രമല്ല, അത് എത്ര ക്വാളിറ്റി ഉള്ള ഒരു സംഭവമാണെങ്കിലും നമുക്ക് നമ്മളുടെ ലൈഫിൽ അത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുമോ, നമ്മുടെ ലൈഫിൽ അതിന് എന്താണ് അതിൻ്റെ റോള്, അതിനെ എത്രത്തോളം ഭംഗിയായി ആ റോള് ചെയ്യാൻ കഴിയും എന്നുള്ള സംഭവങ്ങളൊക്കെ കണക്ക് കൂട്ടി നമ്മളുടെ ആ ഒരു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ മാത്രം ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യുക. ഇൻവെസ്റ്റ്മെന്റ്സിന്റെ കാര്യമാണ് പ്രത്യേകിച്ച് നമ്മൾ ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. എല്ലാം ലൈഫിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല, പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ആ ഒരു മോട്ടോ നമുക്ക് വെക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് നല്ലത് ചെയ്യും. കാരണം അത് ഒരുപാട് സസ്റ്റെയിൻ ചെയ്യും, കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളെ അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മൾക്ക് വേണ്ടി വരുന്ന സമയങ്ങളിലൊക്കെ ആ ഒരു ഡിസിഷനെ ഡിപ്പെൻഡ് ചെയ്യാൻ നമുക്ക് കഴിയും. ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഒരുപാട്, പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കൺസെപ്റ്റിന് വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു തലം കൂടിയുണ്ട്. വളരെ നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ കൂടി ചില സംഭവങ്ങൾ ക്വാണ്ടിറ്റിയിൽ വേണ്ടി വരും, ചില സംഭവങ്ങൾ ക്വാണ്ടിറ്റിയിൽ നമുക്ക് ആവശ്യം വരും. അങ്ങനെയുള്ള സംഭവങ്ങൾ എന്ന് പറയുന്നത് കൂടുതലും ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറൽ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കില്ല. അത് ഒരുതരം സപ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള സപ്പോർട്ടിങ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് നമ്മൾ പറയപ്പെടുന്ന സംഭവങ്ങളാണ് കൂടുതൽ നമ്മൾ ക്വാണ്ടിറ്റിയിൽ ആവശ്യം വരുന്നത്. അതുപോലെ തന്നെ സ്കാർസിറ്റി അനുഭവിക്കാത്ത ക്വാണ്ടിറ്റിയിൽ ക്വാളിറ്റിയുള്ള സംഭവങ്ങളെ കൊണ്ടുവന്നാൽ മാത്രമേ ഈ ഒരു മോട്ടോയ്ക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രസക്തി അവിടെ കാണുന്നുള്ളൂ. സോ നമ്മൾ ആദ്യം തന്നെ അഡോപ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ടു ബിൽഡ് അപ്പ് ദ തിങ് ദാറ്റ് വി ഹാവ്. നമ്മളൊരു ക്വാളിറ്റി ഉള്ള സാധനം അല്ലെങ്കിൽ നമ്മളൊരു ക്വാളിറ്റി ഉള്ള വസ്തുത, പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു ഓർഗനൈസേഷൻ, ഒരു മൊഡ്യൂളൊക്കെ നമ്മൾ ക്വാളിറ്റി ഉള്ളതായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ഗ്രോത്ത്, അതിൻ്റെ ക്വാളിറ്റിയെ നശിപ്പിക്കാതെ തന്നെ നമ്മൾ അതിനെ സസ്റ്റെയിൻ ചെയ്യുകയും അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുകയും ചെയ്യുക എന്നുള്ളതിനകത്താണ് സക്സസിൻ്റെ റേറ്റ് ഇരിക്കുന്നത്. സോ എല്ലാവരും സക്സസ്ഫുൾ ആവട്ടെ. ഈ ഇയർ എല്ലാവർക്കും സക്സസ് നേർന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇഫ് യു ലവ് ദ വീഡിയോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് പ്ലീസ് നിങ്ങളുടെ പ്രൈസ്ലെസ് ആയിട്ടുള്ള കമൻസ് കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. താങ്ക് യു.